ഈ ഒരു വീഡിയോ നിങ്ങൾ ദുബായിലോട്ട് വന്നിട്ട് സെറ്റിൽ ആവണം എന്നുള്ളവരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കാണുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോർമലി UAE എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് റിയാലിറ്റി ലൈഫ് എന്നാണ്. ചില ആൾക്കാരൊക്കെ, ഞാനാണെങ്കിൽ പോലും ആദ്യമൊക്കെ സമയത്ത് ദുബായി പോയിട്ട് സെറ്റിലാവണം, ദുബായി പോയിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ നമ്മളിവിടെ എത്തുമ്പം നമുക്ക് നാട്ടിലുണ്ടായിരിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫ്രീഡം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് UAE എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ചില കുട്ടികളൊക്കെ ഉണ്ട് പഠിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും UAEലോട്ട് എത്തിയാൽ മതി, ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യണം എന്നൊക്കെ. ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, എന്ത് ജോലിയാണോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതിപ്പോൾ എത്ര ടൈം എടുത്താലും എത്ര ക്ഷമിച്ചാലും, ഇപ്പം എത്ര എന്താ പറയുക, ഓരോ മാസങ്ങൾ കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു ജോബിന് ചെയ്യും കേട്ടോ. കാരണം ഞാൻ ആദ്യം സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തത്, ഒരു ജ്വല്ലറിയിൽ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തത്. സത്യം പറയാച്ചാൽ എനിക്ക് ഈ സെയിൽസിനോട് അത്രയും വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു ജോലിയല്ല സെയിൽസ്. അപ്പോൾ നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ വേറെ ആയതുകൊണ്ട് പണ്ടേ ഒരാഗ്രഹമായിരുന്നു അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യണം, അക്കൗണ്ട്സ് തന്നെ നോക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അവിടെ ഞാൻ ആദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ എത്തി ഏകദേശം ഒരു വിസ കഴിയാറാകുമ്പോൾ തന്നെ എൻ്റെ ഒരു മൈൻഡിൽ ഇപ്പം എന്താ പറയുക, എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല, സെയിൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, അഡ്മിൻ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാനോ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എനിക്ക് വർക്ക് നോക്കാനോ എനിക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നിക്കലത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടില്ല ആ സമയത്ത്. നമ്മൾ UAEയിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അപ്പം നമുക്ക് എങ്ങനെ എൻക്വയറി ചെയ്യണമെന്ന് അറിയില്ല, എല്ലാം കൂടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ വർഷം കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു 2.5 വർഷത്തോളം ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫീൽഡാണെങ്കിൽ പോലും ഫസ്റ്റത്തെ ഒരു 2-3 മാസങ്ങളൊക്കെ ഇങ്ങനെ ജോബൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ വേണ്ടില്ലായിരുന്നു, UAEലോട്ട് വരണ്ടില്ലായിരുന്നു എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ എന്താ പറയുക വെച്ചാൽ, പിന്നെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടൈം. അപ്പം നമുക്ക്, ഞാനിത് ജസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, പഴയതുപോലെയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ജോലി അത്രയും ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലി എന്താണോ അതിന് മാത്രം അപ്ലൈ ചെയ്യുക, അതിന് മാത്രം ഇൻ്റർവ്യൂസിന് പോവുക, കിട്ടും. കാരണം ഞാൻ ഈ 2.5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്താണെങ്കിൽ പോലും എൻ്റെ മൈൻഡിൽ എപ്പോഴും ഈ ഒരു ജോബ് എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു. പക്ഷേ ഞാനത് ഇഷ്ടപ്പെട്ടു, ലാസ്റ്റ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു 2.5 വർഷത്തോളം അവിടെ പിടിച്ചു നിന്നത്. പിന്നെ നമ്മൾ എന്തൊരു സ്റ്റേജ് ആണെങ്കിലും അധികം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരായിരിക്കും UAEയിലൊക്കെ വരുന്നത്. UAEയിൽ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരായിരിക്കില്ല അധികം പേരും. അവർക്ക് എന്തൊക്കെ ഡ്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് വരുന്നവരായിരിക്കും. ആരും ഒരു നാട്ടിൽ നിന്ന് UAEയിൽ എത്തിയിട്ട് എത്രത്തോളം എൻജോയ്മെൻറ്റ് ചെയ്താലും നാട്ടിലത്തെ ഒരു ഫീലിങ്സ് കിട്ടില്ല. ഒന്നാമത്തെ കാര്യമാണത്. നമ്മൾ നാട്ടിൽ നിന്ന് ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ, ഏതൊരു ഫാമിലി ആണെങ്കിൽ പോലും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു കെയറിങ്ങും അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏതൊരു കൺട്രീസ് പോയാലും കിട്ടില്ല. അത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും, പക്ഷെ അത്രത്തോളം സ്ട്രഗ്ലിങ്ങും നമ്മൾ ചെയ്യേണ്ടി വരും. ഇതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ആ ഒരു സമയത്തൊന്നും, ചില സമയത്ത് നമുക്ക് വീട്ടിൽ പോലും പറയാൻ പറ്റുന്നില്ല നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയുക, അതിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബെറ്ററായിട്ട് എപ്പോഴും ചൂസ് ചെയ്യണം. അല്ലാതെ അതിൽ തന്നെ നിന്ന് പോയത്. നമുക്ക് എന്താണോ ഇഷ്ടം അതിലോട്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ആരെങ്കിലും UAEയിലോട്ടൊക്കെ വരുന്നുള്ളവരാണെങ്കിൽ ഒരിക്കലും വിസ തീരാറായെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലി ഒഴിവാക്കിയിട്ട് കിട്ടിയ ജോലി ചെയ്യാതിരിക്കുക. അത് മെയിൻ കാരണം എന്ന് പറയുന്നത് പിന്നീട് നമ്മളെ ഫ്യൂച്ചറും അതും ആയിട്ട് കുറേ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഒരു 2 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ആ ഒരു കമ്പനിയിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കിട്ടിയിട്ട് നമ്മൾ വേറെ മാറാമെന്ന് പറയുമ്പോഴും ആ ഒരു 2 ഇയേഴ്സാണ് നമുക്ക് വേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിൽ എന്തോരം കമ്പനി കുറേ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ജോബ് വേക്കൻസി ഒക്കെ കുറവാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ഇഷ്ടമോ ആ ഒരു ജോലിയിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാതെ എത്ര വർഷം എടുത്തിട്ടാണെങ്കിലും എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ആ ഒരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് തന്നെ കിട്ടും.
അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയുള്ളത്. ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ കുറേ ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ UAE എന്ത് ജോലി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജോബ് വേക്കൻസി ഉണ്ടോ, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ടൈം വന്നിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നത്, കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ ഒരു നമ്മളെ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റില്ല. കുറച്ച് സേവിങ്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലൈഫ് കുറച്ചും കൂടെ നമ്മുടെ ഡ്രീമൊക്കെ ചിലപ്പോൾ സക്സസ് ആക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ നമ്മളെപ്പോഴും ബെറ്ററായിട്ട് നോക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. അത് നല്ലൊരു കമ്പനിയിൽ പെർമനൻ്റ് ആയിട്ടുള്ളത് നോക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് വലിയൊരു ടോപ്പിക്കൊന്നും അല്ല. നോർമലി ഞാൻ ഇതിനെ ഡിപ്പെൻഡ് ആക്കിയിട്ടുള്ള കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹം. ഞാനും ആദ്യം എനിക്കിഷ്ടപ്പെട്ട ജോബൊന്നും അല്ലായിരുന്നു ആദ്യം ചെയ്തതൊക്കെ. അതിൽ നിന്ന് നമ്മളിപ്പോൾ UAE വന്ന് ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും, പല എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ 2.5 വർഷം വേസ്റ്റ് ആയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചതാണ്, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു UAE എക്സ്പീരിയൻസ് മാത്രമാവുള്ളൂ. നമുക്ക് ഞാനിപ്പോൾ ഒരു അക്കൗണ്ട്സിൽ ആ ഒരു ജോബ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു അക്കൗണ്ട്സിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, UAE എന്നല്ല കാണിക്കുക. UAE എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രം പറയാം. പക്ഷേ നമുക്ക് എന്ത് വർക്കാണെന്ന് നോക്കുമ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ജോബാണോ അത് മാത്രം ചൂസ് ചെയ്യുക, അത് മാത്രം ജോബിന് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോസൊക്കെ ഇടാം. ഇത് ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, എന്നാൽ പോലും എനിക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്കായിരുന്നു അത്. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫീൽഡ് അല്ലാതെ വേറൊരു ഫീൽഡിലോട്ട് ജോബ് നോക്കിയത്, അതിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തതും അതിൽ കുറേ കഷ്ടപ്പെട്ടതായപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചു, എനിക്ക് ഈ ഒരു ജോബ് കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ആദ്യമേ ഇതിന് ഞാൻ ട്രൈ ചെയ്ത് ഈ ഒരു പൊസിഷനിലുള്ള ജോബ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മസ്റ്റായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അന്ന് വിസയൊക്കെ കഴിയാറായി. നമുക്ക് ഓരോ ടൈം ഉണ്ടാകും വിസ കഴിയാറാകുമ്പോൾ. ഇപ്പം അത് നോർമലി ആരും പറഞ്ഞിട്ടൊരു കാര്യമില്ല. വിസ കഴിയാറാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഒന്നാമത് നമ്മൾ സേവിങ്സൊക്കെ ഇവിടത്തേക്ക് വരുമ്പോൾ കുറച്ച് സേവിങ്സ് ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. വിസ കഴിയായിരിക്കും, പക്ഷേ വിസ റിന്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ നാട്ടിൽ പോകണോ, എന്തായാലും നാട്ടിൽ പോവില്ല, എന്തായാലും ഇവിടെ ജോബ് സെറ്റായിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പം അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ഒരു ജോബിന് ഏത് പൊസിഷനാണോ നോക്കില്ല, കിട്ടുന്ന ജോബ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതാണ് മസ്റ്റായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ നാട്ടിൽ ബെറ്റർ ഒരു സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കും വേറൊരു കൺട്രീസിലോട്ടൊന്നും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു പൊതുവേ. അതുകൊണ്ടാണ് എല്ലാവരും ഒരു 2 വർഷം കഷ്ടപ്പെട്ടാലും അതൊന്ന് ലെവലായി കിട്ടും എന്നുള്ള രീതിയിൽ നല്ലൊരു സാലറി കിട്ടും, നല്ലൊരു ജോബ് കിട്ടും, നമ്മളാ ഡ്രീംസൊക്കെ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഏതൊരു കൺട്രി, ഇപ്പോൾ UAE എന്നല്ല ഏതൊരു കൺട്രീസിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നല്ലത്. നാട്ടിൽ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് മാത്രം നോക്കുക. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എത്ര ടൈം എടുത്താലും നിങ്ങൾക്ക് ആ ജോലി കിട്ടും. ആ ഒരു കോൺഫിഡൻസും പിന്നെ ആ ഒരു നമ്മളിപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് ട്രൈ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു CV, നല്ലൊരു കവർ ലെറ്റർ, നല്ലൊരു സബ്ജക്റ്റൊക്കെ വെച്ചിട്ട് നല്ല കമ്പനീസിൻ്റെ ഇമെയിലൊക്കെ നന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. മീൻസ് എത്രത്തോളം നമുക്ക് ഓരോ കമ്പനീൻ്റെ ഇമെയിൽ കിട്ടുന്നോ അത്രത്തോളം ബെറ്ററാണ്. അതുകൊണ്ട് അതിലോട്ട് പിന്നെ നമുക്ക് CVയും കാര്യങ്ങളും സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാണ്ട് UAEലോട്ട് എത്തിയാൽ മതി. എന്തെങ്കിലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്, എന്ത് ജോലിയായാലും മതി കുഴപ്പമില്ലെന്ന്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയായിരിക്കും, ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ല. പല ടൈപ്പാണെങ്കിലും നമുക്ക് അതിൻ്റേതായ ഹാർഡ് വർക്ക് ഉണ്ടാവും. എന്നാൽ പോലും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. ആ ഒരു ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാനും. നമുക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യുന്നൊരു കാര്യം നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളതായിട്ട് ഇഷ്ടമുള്ളൊരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും നമുക്കൊരു ഹാപ്പിനെസ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ നോർമലി ഉള്ള ടോപ്പിക്കായിട്ടോ. കാരണം ഞാനിത് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും എന്തൊരു ജോലിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് കെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ഒത്തിരി ജോബ് വേക്കൻസിയൊക്കെ വരുന്നതാണ്. അതിൽ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒത്തിരി ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നതിലായിരിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. അതൊന്ന് തിരുത്തി ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് നോക്കുക. CVയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണോ, അല്ലെങ്കിൽ കവർ ലെറ്ററിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണോ എന്നൊക്കെ അത് നോക്കിയിട്ട് വേണം നെക്സ്റ്റ് അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാം.
അങ്ങനെ CV മസ്റ്റായിട്ടും നല്ലൊരു CV ആയിരിക്കും. കാരണം നോർമലി നമ്മൾ ഒരു CV എന്നുള്ളൊരു ഇത് കൊടുക്കാതെ നല്ലൊരു CV, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ATS ഫ്രണ്ട്ലി CV ആണ് മസ്റ്റായിട്ട് UAE നോക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ CV ചെയ്യാം. എന്നാൽ തന്നെ ബെറ്റർ ആണ്. നമുക്ക് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതോടെ നമുക്കും നല്ലൊരു കോൺഫിഡൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം മസ്റ്റായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.